എല്ലാ പ്രിയപ്പെട്ടവർക്കും ട്രേഡർ സ്ട്രീറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതൊരു ജസ്റ്റ് ഒരു ചെറിയൊരു വീഡിയോ ചെയ്യുന്നതേ ഉള്ളൂ, മോർണിംഗിലെ ട്രേഡ് കാണിക്കാൻ വേണ്ടി. ഇതിപ്പോൾ എൻ്റെ സോഫ്റ്റ്വെയറാണ്. ഇതിനകത്ത് നമ്മൾ ഇത്രയും ഷെയറാണ് എടുത്തിരുന്നത്. ഇതിനകത്ത് നമുക്ക് മോർണിംഗിൽ തന്നെ നല്ല ചാൻസുകളെല്ലാം ഷെയർ, അഡാനി ഗ്രീൻ, അഡാനി എൻസോളെ, പിന്നെ അഡാനി പോട്ടെ, സരിഗമ, പ്രാജ് ഇൻഡസ്ട്രീസ്, ക്യാംസ്, ഇതെല്ലാം തന്നു. അപ്പം ഞാൻ ക്യാംസിനകത്തും പിന്നെ അഡാനി എനർജി അഡാനി ഗ്രീൻ എനർജി, അഡാനി ഗ്രീൻ ഈ ഷെയറിനകത്താണ് എടുത്ത്. ഇപ്പോൾ 1364 ഉള്ളൂ. ഇതിനകത്തിൻ്റെ റേഞ്ച് ഞാൻ കാണിച്ചു തരാം. അഡാനി ഗ്രീൻ്റെ 1415 R1, R2 1506. ഈ ഷെയറിനകത്ത് ഞാൻ ചെയ്ത ട്രേഡ് നോക്കിക്കോണം. അഡാനി ഗ്രീൻ ഞാൻ ഒറ്റയടിക്ക് അഡാനി ഗ്രീൻ ഇവിടെ നോക്കിയാൽ 1418-19 പോയിട്ട് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഞാനൊരു 25 ഷെയർ ടെസ്റ്റ് അടിച്ചു. അതിനുശേഷം അത് വീണ്ടും കയറിപ്പോയപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്തു. 25 ഷെയറിൽ എനിക്ക് ഒരു 1000-1500 രൂപ ലോസ് വന്നാലും പ്രശ്നമില്ല. അതിപ്പോൾ ആ റേഞ്ച് വന്നാൽ ഞാൻ കട്ട് ചെയ്യാന്നുള്ള രീതിയിൽ ആ ഷെയർ വെച്ചുകൊണ്ടിരുന്നപ്പം ഈ ഷെയറിൻ്റെ ഹൈ കണ്ടില്ലേ, 1447 വന്നിട്ട് പെട്ടെന്ന് ഇറങ്ങിയപ്പം എനിക്ക് ഏകദേശം ഐഡിയ കിട്ടി അത് താഴെ പോകാൻ ചാൻസ് കൂടുതലെന്ന് പറഞ്ഞാൽ ഇന്നലെ ഹെവി മൂവ്മെൻ്റ് നടത്തിയ ഷെയർ. അപ്പോൾ ഉറപ്പായിട്ടും അതിനകത്ത് ചാൻസ് താഴോട്ട് വരാൻ സാധ്യത കൂടുതലാണ്. 1429 ഞാൻ ഒരു 25 ഷെയർ കൂടെ കൊടുത്തു. ആ ഷെയർ ഇത് ടൈം കൊടുക്കണം 9:15, 9:16. അത് 29 കൊടുത്ത സാധനം 1405 ഞാൻ ബൈ ചെയ്തു. 16 കൊടുത്ത സാധനം 1394 ബൈ ചെയ്തു. ഇതിവിടെ ബൈ ചെയ്തതിന് പെട്ടെന്നുള്ള ഇറക്കുക 47 എന്ന ഒറ്റയടി 50-60 രൂപ ഇറങ്ങുമല്ലേ. അപ്പം നമ്മൾ പെട്ടെന്ന് കവർ ചെയ്തതിന് ശേഷം വീണ്ടും അത് തിരിച്ച് കയറി ഇതിന് മുകളിൽ പോയി. R1 മുകളിൽ പോയി. R1 എത്ര? R1 15. ഇത്രയും ഹൈന്ന് താഴെ ഇറങ്ങി വന്ന ഉറപ്പായിട്ടും R1 മുകളിൽ കയറി ട്രേഡ് ആയാൽ ഇറങ്ങി വരും, അത് ഉറപ്പുള്ള കാര്യം. ഞാനത് R1 മുകളിൽ കയറിയപ്പോൾ വെയിറ്റ് ചെയ്തിരുന്നു. അതിൻ്റെ ഒരു ബൗൺസ് എത്തണമെന്ന് നോക്കി. അത് 421 വരെ പോയി. 421 പോയതിന് ശേഷം നേരെ ഒറ്റയടിക്ക് താഴെ വന്നു, കണ്ടില്ലേ. അത് ഞാൻ 401 രൂപയ്ക്ക് ഞാനത് മൊത്തം കൂടെ കവർ ചെയ്തു. അതിനുശേഷം ഇത് കണ്ടില്ലേ, വീണ്ടും പോയി 421, 415 മുകളിൽ കയറി. വീണ്ടും ഞാൻ കൊടുത്തു. വീണ്ടും ഞാൻ ഇവിടെ എത്ര കൊടുത്തേ, 20 ഷെയർ കൊടുത്തു. അതിനുശേഷം ഈ ഷെയർ മുകളിലോട്ട് കയറിപ്പോയി, 430 വരെ കയറിപ്പോയി. അപ്പോൾ ആ ഹൈ അടിക്കുകയാണെങ്കിൽ കട്ട് ചെയ്തോളാം, അന്നേരം കട്ട് ചെയ്തോളാം. 421 അടിച്ചു 30 വരെ പോയിട്ട് നേരെ തിരിച്ച് കുത്തനെ ഇറങ്ങിയപ്പം എനിക്കത് കൺഫേം ട്രെൻഡായി. ഞാനെന്ത് ചെയ്തു, 421 20 ഷെയർ കൊടുത്തു. 414 ഞാൻ 100 ഷെയർ വീണ്ടും സെല്ല് ചെയ്യുകയോ ചെയ്തു. ഞാൻ കവർ ചെയ്യുകയല്ല ചെയ്ത് 100 ഷെയർ സെല്ല് ചെയ്തു. 100 സെല്ല് ചെയ്തിട്ട് ആ 100 ഷെയർ ഞാൻ നോക്കി ടൈം നോക്കണം, പെട്ടെന്നാണ് ചെയ്യുന്നത്. 9:32-40 ഇത് ടൈം എടുത്ത് 10 മിനിറ്റ് എടുത്തു. അത് ഞാനവിടെ കവർ ചെയ്തു. 403 കവർ ചെയ്തു. മറ്റേ 20 ഷെയർ 421 കൊടുത്ത ഷെയർ 1393 കവർ ചെയ്തു. അപ്പം നമ്മുടെ മൈൻഡിലിരിക്കേണ്ടത് ഈ ഹൈയുടെ മുകളിൽ പോയാൽ അന്നേരം കട്ട് ചെയ്ത് കളയും. അതുപോലെ ഹൈയുടെ പിന്നെ ലെവലിന് താഴെ ഇറങ്ങിയതായതുകൊണ്ട് അത് പല പ്രാവശ്യം കയറി ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി കയറി വരും, പിന്നെ അതുപോലെ ഇറങ്ങിപ്പോരും. ഇപ്പം ഞാനത് നോക്കി ഈ ഒരു ഷെയർ വെച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ പ്രോഫിറ്റ് എത്രയാണെന്ന് നോക്കണം. എനിക്ക് കിട്ടിയത് 4700 രൂപ. 4700 മോശമല്ല, നല്ല ഒരു മൂവ്മെൻ്റാണ് അതിനകത്ത് കിട്ടിയത്. അതുപോലെ അടുത്ത ഞാൻ ഓർമ്മ എടുത്തത് PDMJ പേപ്പർ. ഇത് ഞാൻ PDMJ പേപ്പർ ഇവിടെ 805 രൂപ പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട്. എൻ്റെ ട്രേഡ് നോക്കണം. 181.50 എൻട്രി എടുത്തു. 179.89 കട്ട് ചെയ്തു. 9.46 എടുത്തു. 9.48 കട്ട് ചെയ്തു. 500 ഷെയർ അടിച്ചു. 500 ഷെയർ പെട്ടെന്ന് തന്നെ കവർ ചെയ്തു. അത് അത്രയും ഹൈയിൽ എത്ര പെർസെൻറ്റേജ് നോക്കി,
17% നിൽക്കുന്ന സാധനത്തെ നമ്മൾ ട്രേഡ് എടുത്ത് റിസ്ക് എടുക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് കിട്ടിയ പ്രോഫിറ്റും കൊണ്ട് വെളിയിൽ ചാടി അതിനകത്ത്. അതിനുശേഷം ഞാൻ ക്യാംസ് എന്ന് പറയുന്ന ഷെയറിനകത്ത് ക്യാംസിനകത്ത് ഇപ്പോഴും എൻ്റെ 40 ഷെയർ ഇരിപ്പുണ്ട്. ഞാനതിൻ്റെ എൻട്രി കാണിക്കാം. F11 അല്ല, F11 അല്ല, F8. ക്യാംസ് എനിക്കറിയാം ക്യാംസ് ഇന്നലെ നല്ല ആവറേജിന് ഒത്തിരി താഴെ പോയി ക്ലോസ് ചെയ്യുക. അപ്പോൾ ആവറേജിന് മുകളിൽ വന്നെന്ന് പറഞ്ഞാൽ R1 റേഞ്ചിൽ നിന്നൊക്കെ താഴെ പോകാൻ ചാൻസ് ഉള്ള ഷെയർ. അപ്പോൾ ഞാൻ ടെസ്റ്റ് അടിച്ച് നോക്കി 1039 ഒരു 20 ഷെയർ കൊടുത്തു. അതിൻ്റെ റേഞ്ചുകൾ ഞാൻ പറഞ്ഞുതരാം. ക്യാംസ് 5098 ഹൈ, 5049 R1. അപ്പോൾ R1 അടിച്ചിട്ട് ഇറങ്ങിയപ്പോഴാണ് ഞാൻ കൊടുത്തത്. അതിനുശേഷം അത് താഴോട്ട് വന്നു. താഴോട്ട് എനിക്കൊന്ന് 10-20 രൂപ വന്നു. ഞാൻ പക്ഷേ കവർ ചെയ്ത് 20 ഷെയർ അല്ല ഉള്ളൂ. അത് നേരെ തിരിച്ച് മുകളിലോട്ട് കയറിപ്പോയപ്പം 5098 അതിൻ്റെ എന്താണ് പറയുന്നത്, ക്യാംസ് 5098 പ്രീവിയസ് ഡേ ഹൈ. അപ്പോൾ അതിന് മുകളിൽ ചിലപ്പോൾ ട്രേഡായിട്ട് ഇറങ്ങുമെന്നുള്ളൊരു കാൽക്കുലേഷൻ ഉണ്ട്. അപ്പം അതിൻ്റെ മുകളിൽ ട്രേഡായി 5114 ഞാൻ 20 ഷെയർ കൊടുത്തു. അപ്പോൾ എൻ്റെ ആവറേജ് 5075-76 വരെ വന്നു. അപ്പോൾ ഞാൻ അതിൽ ഇപ്പോൾ 20-40 ഈ 5114 സെല്ല് ചെയ്ത ഷെയർ ഞാൻ 5070 കവർ ചെയ്തു. കുറേ നേരം 5070 അതിനുശേഷം തിരിച്ച് വീണ്ടും കയറി. അപ്പോൾ ഞാൻ 5098 എൻ്റെ പ്രീവിയസ് ഡേ ഹൈ അവിടെ 20 ഷെയർ വീണ്ടും സെല്ല് ചെയ്തു. അപ്പോൾ അത് പൊസിഷൻ ഇരിക്കുവാണ് എൻ്റെ കയ്യിൽ. ഇപ്പോൾ എൻ്റെ ഇപ്പോഴത്തെ പൊസിഷൻ എന്ന് പറയുന്നത്, ഇപ്പം ഇത് ഓളെല്ലാം കൂടെ കാണുമ്പോൾ അറിയാം. ഇതിപ്പം MIS നോക്കിയാൽ ഒന്നുമില്ല, ചെയ്തിട്ടില്ല. നോർമലാണ് മൊത്തം. ഇന്ന് നോർമൽ ഇത്ര ചെയ്തിട്ടുണ്ട്. ക്യാംസ് ഇപ്പം 40 ഷെയർ ഇരിപ്പുണ്ട്. ഇപ്പോഴത്തെ പ്രോഫിറ്റ് 5900 കാണിക്കുന്നുണ്ട്. പിന്നെ ഡെലിവറി കഴിഞ്ഞ ദിവസം എടുത്തത് ഞാൻ പ്രിസം ജോൺസൺ അത് സെല്ല് ചെയ്തു. ചെറിയ ചുമ്മാ ചെയ്തത് 2,000 രൂപ കണ്ട് കിട്ടിയെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ പൊസിഷൻ. ടോട്ടൽ ഓൾ നോക്കുവാണെങ്കിൽ ഇത് കൂട്ടണ്ട, ഈ പ്രോഫിറ്റ് കൂട്ടണ്ട, ഇത് ഡെലിവറിയിലുള്ള പ്രോഫിറ്റ്. നമുക്ക് നോർമലിൽ മാത്രമുള്ള നോക്കിയാൽ മതി. നോർമലിൽ എനിക്ക് 5900, ടോട്ടലായിട്ട് 6000 ചില്ലുവാനും കാണിക്കുന്നത്. അത് ഡെലിവറി സെല്ല് ചെയ്തതിൻ്റെ ആ ഒരു ഇതാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ രാവിലത്തെ ഒരു 3/4 മണിക്കൂർ കൊണ്ടുള്ള എൻ്റെ ട്രേഡിങ്. അപ്പോൾ ഞാൻ കാണിച്ചു തന്ന ട്രേഡിങ് രീതി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക, നല്ല പ്രോഫിറ്റ് എടുക്കാൻ ശ്രമിക്കുക. ദൈവം സഹായിക്കട്ടെ. അപ്പോൾ ഇതിനകത്ത് പല ഷെയറുകളും നോക്കിയാൽ മതി. ഞാൻ പറഞ്ഞില്ല, അഡാനി എൻസോള്, അഡാനി എനർജി, അഡാനി പോട്ടെ, സരിഗമ, പ്രാജ്, ഭാരതി എക്സൈസ്, ഇതിനകത്തെല്ലാം നല്ല സൂപ്പർ ചാൻസ് ആയിരുന്നു തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ശ്രദ്ധിക്കുക.